ഹിന്ദു ഐക്യവേദി തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് പ്രൗഢോജ്വലമായ തുടക്കം. സംസ്ഥാന വക്താവ് ആർ.വി. ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CAA വിരുദ്ധ സമരത്തിന്റെ കേസുകൾ പിൻവലിച്ചതുപോലെ ശബരിമല സംരക്ഷണ കാലത്തെ കേസുകൾ കൂടി പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ആർ.വി. ബാബു ആവശ്യപ്പെട്ടു. ഹൈന്ദവ നവോത്ഥാനത്തിന്റെ ജാലകശക്തിയായി ഹിന്ദു സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുവിന്റെ സംഘടനയായ ഹിന്ദു ഐക്യവേദിയുടെ തലസ്ഥാന നഗരിയിലെ സമ്മേളനത്തിന് പ്രൗഢോജ്വലമായിട്ടാണ് തിരിതെളിഞ്ഞത്. കേരളത്തിലെ ഹിന്ദു സമൂഹം ആശങ്കയിലൂടെ കടന്നുപോകുന്ന കാലമാണിതെന്നും CAA വിരുദ്ധ സമരത്തിലെ കേസുകൾ പിൻവലിച്ച സർക്കാർ ശബരിമല പ്രക്ഷോഭകാലത്തെ കേസുകൾ പിൻവലിക്കാൻ തയ്യാറാകണമെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വക്താവ് ആർ.വി. ബാബു പറഞ്ഞു. CAA വിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് നിരവധി അക്രമ സംഭവങ്ങൾ അരങ്ങേറി കേരളത്തിൽ. PDPP ആക്ട് അനുസരിച്ച് അടക്കം ഉണ്ടായി. കലാപത്തിന് സമാനമായ അന്തരീക്ഷമുണ്ടാക്കിയ കേസുകൾ ചാർജ് ചെയ്തു. ആ കേസുകളിൽ 837 857 കേസുകൾ 659 ഇനി കുറച്ച് പിൻവലിക്കാനുള്ള 137, അതിൽ 87 പിൻവലിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖ സമരം നടത്തി അക്രമ സമരം നടത്തി ആ അക്രമ സമരത്തിൽ പങ്കെടുത്തവരുടെ കേസുകൾ സർക്കാർ പിൻവലിച്ചു. CAA വിരുദ്ധ സമരം നടത്തിയ കേസുകൾ പിൻവലിച്ചു. ശബരിമല 2018 നടന്ന സമരമാണ്. ശബരിമലയിൽ കേസിൽ ഏകദേശം 4000-ഓളം കേസുകൾ മുഴുവൻ സംസ്ഥാനത്തുമായിട്ട് ചാർജ് ചെയ്തിട്ടുണ്ടെന്നാണ് കണക്ക്. 4000-ലേറെ കേസുകൾ നാമജപത്തിൽ പങ്കെടുത്ത അമ്മമാർക്കെതിരെ, വയോജനങ്ങൾക്കെതിരെ, കുട്ടികൾക്കെതിരെ, അങ്ങനെ തുടങ്ങിയ ഹൈന്ദവ സംഘടനാ നേതാക്കന്മാരെ മുഴുവൻ കേസിൽ പ്രതികളാക്കിക്കൊണ്ട് കേരളത്തിൽ 4000-ലേറെ കേസുകൾ ശബരിമല കേസുകൾ ഉണ്ട് എന്നാണ് ഏകദേശം ഒരു കണക്ക്. സർക്കാർ നാളിതുവരെ ഒരു കേസ് പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡുകളിലെ ക്ഷേത്രങ്ങളിലെ വരുമാനത്തിന്റെ ഓഡിറ്റിംഗ് റിപ്പോർട്ട് പുറത്തുവിടാൻ ദേവസ്വം ബോർഡുകൾ തയ്യാറാകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് കിളിമാനൂർ സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി മഞ്ഞപ്പാറ സുരേഷ്, സംസ്ഥാന ട്രഷറർ P. ജ്യോതീന്ദ്രകുമാർ, സംസ്ഥാന സെക്രട്ടറി K. പ്രഭാകരൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ തമ്പാനൂർ സന്ദീപ്, അഡ്വക്കേറ്റ് രത്നകുമാർ, ജില്ലാ ഭാരവാഹികളായ നിർമ്മലകുമാരി, കലാമണി തുടങ്ങി ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നെത്തിയ 100 കണക്കിന് പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.